എന്ന് വന്നിട്ട് മഹസർ പകർപ്പ് 2 ബുക്ക് ഇതെല്ലാം മഹസറിൽ രേഖപ്പെടുത്തിയുള്ള കാര്യങ്ങളാണ്. ഇതിന് എവിടെയാണ് ഇതിൽ നിന്നും കൂടുതൽ സ്വർണം കിട്ടിയത് എവിടെയാണെന്ന് അവർ പറയട്ടെ. ഇത് കൃത്യമായ കണക്കാണ്. ഈ കണക്ക് ഹാജരാക്കിയിട്ടുണ്ട്. ഈ കണക്ക് ദേവസ്വം ബോർഡിൽ പാസ്സാക്കിയിട്ടുണ്ട്. ഈ കണക്ക് കേരള ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. ഹൈക്കോടതി അത് സന്തോഷത്തോട് സ്വീകരിച്ച കണക്കാണ്. ഇതുപോലെ ഒരു കണക്ക് ദേവസ്വത്തിൻ്റെ ചരിത്രത്തിൽ ആരും തന്നെ പ്രസൻറ്റ് ചെയ്തിട്ടില്ല. അത്രയും പെർഫെക്റ്റായ ഒരു കാര്യത്തെക്കുറിച്ച് മിനിയന്നാൾ CPM-ൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്നെ വിളിച്ച് പറഞ്ഞ അജയ സൂക്ഷിക്കണം, VD സതീശൻ്റെ ജാഥ പുതുയുഗ ജാഥ എറണാകുളത്ത് വരുമ്പോൾ അജയ് തറയിലിനെ ചോദ്യം ചെയ്യാനുള്ള പദ്ധതിയാണ് ഗവൺമെൻറ് ഇട്ടിരിക്കുന്നത്. ഉദ്ഘാടനം ചെയ്ത പിറ്റേ ദിവസം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തു. എറണാകുളത്ത് വരുമ്പോൾ അജയ് തറയിലിനെ ചോദ്യം ചെയ്യാനുള്ള പദ്ധതി ഇട്ടിരിക്കുന്നു. അത് പ്രകാരം ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഹൈക്കോടതി എന്നിട്ടും ഹൈക്കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വിക്ക് വെരിഫിക്കേഷന് വേണ്ടിയുള്ള ഓർഡറാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ 412 ഗ്രാം സ്വർണം for the purpose of polishing of different parts of gold and mass right from the top of bottom including the Panchavarga Tara, 9.161 kilograms of pure gold of 99% purity was purchased from the Customs Department as stated above. Mr. Suresh Gobi and a number of cine artists, businessmen and similar devotees came forward to dedicate an additional 412.010 gram of pure gold also as to paste and polish the same upon the Vajivahanam and the Ashtadik Palagas in addition to the 12 layers of gold plating was estimated and dedicated earlier. This was to make the Vajivahanam shine at the top of the Dwajam and the Ashtadik Palaga to remain intact and perfect golden glitter for years to come. അതിനു വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് കൃത്യമായ കണക്ക് ഈ 412 ഗ്രാമിനേക്ക് അപ്പുറത്തേക്ക് ഏത് ഭക്തനാണ് അവിടെ സ്വർണം തന്നത്? ഒരു സാങ്കേതികമായ കാര്യം പിടിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പറയുന്നത് റെസീറ്റ് കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്ന പമ്പയിൽ വെച്ച് വിജിലൻസ് ഓഫീസർ റെസീറ്റ് കൊടുത്തില്ല. തിരുവാഭരണ കമ്മീഷണർ റെസീറ്റ് കൊടുത്തില്ലേ? അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിരുന്നല്ലോ. ഇവർക്കൊക്കെ ചെയ്യാവുന്ന കാര്യം അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പർമാരും ഇരുന്ന് റെസീറ്റ് കൊടുക്കലാണ് പണി. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് സാങ്കേതിക പ്രശ്നം പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു വലിയ പ്രശ്നമുണ്ടാക്കിയിരുന്നു. ഇതിനകത്ത് SIT തന്നെയാണ് ഇതിനെ ഹൈക്കോടതിയുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. തെറ്റിദ്ധാരജനകമായിട്ട് ചെയ്തിരിക്കുന്നു. ഹൈക്കോടതി നിഷ്പക്ഷമായി വളരെ എൻ്റെയൊക്കെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായ തീരുമാനമാണ് ഹൈക്കോടതി എടുത്തത്. കാരണം ഒരു ദ്രുത പരിശോധന ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തി എന്നെപ്പോലുള്ള ഒരാൾ ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടത്തിയവരുടെ ഇടയിൽ ക്രിസ്റ്റൽ ക്ലിയറായി ജീവിക്കുന്നു എന്ന് തെളിയിക്കാൻ കഴിയുന്നൊരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഞാൻ ചോദിക്കുന്നത് ആരെ വേണമെങ്കിലും ഒരു പോലീസ് അറസ്റ്റ് ചെയ്യാമല്ലോ. അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് കയ്യിലുള്ളവർക്ക് എന്തെങ്കിലും കേസുണ്ടാക്കി അറസ്റ്റ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ അറസ്റ്റിനെ ഭയക്കുന്നില്ല. ഇതിൽ മുമ്പ് ജയിലിൽ കിടന്നിട്ടുണ്ട്, തല്ലുകൊണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷേ ഒരു രാഷ്ട്രീയമായ ഒരു അവസ്ഥ മാർക്സിസ്റ്റ് പാർട്ടി CPM നേതാക്കന്മാർ മുഴുവനും കൊള്ളക്കാരാണ്, സ്വർണ്ണക്കള്ളന്മാരാണ് എന്ന് ജനങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ അല്ല ഇതാ UDF ആളുകൾ കൂടിയുണ്ട് എന്ന് വരുത്താനുള്ള ഒരു തീവ്ര ശ്രമം ചില ഭാഗത്തു നിന്ന് നടക്കുന്നു. അത് ഒരു കാരണവശാലും കേരള ഹൈക്കോടതി അനുവദിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എവിടെയാണ് ക്രമക്കേട്? നിങ്ങൾക്ക് മനസ്സിലാക്കിയ ക്രമക്കേട് പറഞ്ഞാൽ ഞാനത് വ്യക്തമാക്കി തരാം. അല്ല, പിന്നീട് എന്നാര് പറഞ്ഞാൽ ഞാൻ ശബരിമലയിൽ പോകാൻ തുടങ്ങിയിട്ട് 50 വർഷമായി. ശബരിമലയിലുള്ള കൊടിമരം കോൺക്രീറ്റ് കൊടിമരമാണ് എന്ന് അന്നേ ഞങ്ങൾക്കറിയാം.
2015 നടത്തിയ ദേവപ്രശ്നത്തിനകത്ത് കൊടിമരത്തിൽ ലേപനം ചെയ്തിരിക്കുന്നു. അതിനു മുമ്പ് ഏതോ മഹാനായിരിക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ കാലത്ത് ചെറിയൊരു പൊട്ടൽ വീണപ്പോൾ അവിടെ പുട്ടിയിട്ട് പെയിന്റ് അടിച്ചു. ലേപനം ചെയ്തിരിക്കുന്നു, അത് തെറ്റാണ്. കൊടിമരത്തിൻ്റെ ജീർണത കാണുന്നു. അതുകൊണ്ട് നെല്ല മരം കൊണ്ട് എന്ന് പ്രത്യേകം മരം കൊണ്ട് ഒരു കൊടിമരം ഉണ്ടാക്കണം എന്നാണ് അന്ന് ദേവപ്രശ്നത്തിൽ പറഞ്ഞത്. മരം കൊണ്ടൊരു കൊടിമരം ഉണ്ടാക്കണം എന്ന് നേരത്തെ പറയുന്നു എങ്കിൽ അത് അവർക്ക് പോലും അറിയാമല്ലോ അത് കോൺക്രീറ്റാണെന്ന്. ജീർണിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ് കാര്യങ്ങൾ അറിയുക. ജീർണിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ പോയി ചെതടിച്ചു എന്ന് പറയുന്നത് നിർഭാഗ്യകരമാണ്. ജീർണിച്ചു, ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട 5 വർഷം പഴക്കമുള്ള ഒരു സിമൻറ്റ് തൂണിന് അതേപടി ഇരിക്കുമോ? സിമൻറ്റ് പൊട്ടിയടന്ന് കമ്പി പുറത്ത് നിൽക്കുന്ന ഭാഗം അത് പൊളിച്ചപ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അത് ഞങ്ങളല്ല തീരുമാനിച്ചത്. അത് MP ഗോവിന്ദൻ നായരുടെ കാലത്തുള്ള ദേവസ്വം ബോർഡാണ് കൊടിമരം പ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലത്താണ് കോന്നി ഫോറസ്റ്റ് റേഞ്ചിൽ നിന്നും ഒരു തേക്ക് തടി വെട്ടി പമ്പയിൽ കൊണ്ടുവന്ന് വെച്ചത്. അദ്ദേഹമാണ് കൊടിമരം തിരിക്കാനുള്ള തീരുമാനം ആ ബോർഡാണ് എടുത്തത്. ഒരു ബോർഡിൻ്റെ തുടർച്ചയാണ് കൊടിമരത്തിനുള്ള തടി പമ്പയിലിരിക്കുന്നു. ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ വലിയൊരു അഭിമാനമായി കണ്ടു. 500 വർഷക്കാലത്തേക്ക് ഒരു കേടും വരാതെ സ്വർണം പൂശിയ ഒരു കൊടിമരം പണിയുക എന്നുള്ളത് ഞങ്ങളുടെ ആഗ്രഹമായി ഞങ്ങളെടുത്തു. അങ്ങനെയാണ് പണി തുടങ്ങിയത്. ഫിനിക്സ് ഗ്രൂപ്പിൻ്റെ സ്വർണ്ണമായി. ഇവിടെ എവിടെയാണ് ആര് തന്ന സ്വർണം എവിടെയാണ് പോയതെന്ന് പറയട്ടെ. ഈ പറഞ്ഞ കണക്കിനപ്പുറത്തേക്ക് 1 ഗ്രാം സ്വർണം ആരാണ് തന്നതെന്ന് പറയട്ടെ. വേഗമായി ഹൈക്കോടതിയിൽ ഒരു കണക്ക് കൊടുക്കലല്ല ആവശ്യം. എവിടെ നിന്നാണ് സ്വർണം വന്നത്, ആരാണ് സ്വർണം തന്നത്, അതിൻ്റെ ഉത്തരവാദിത്തമാക്കാണ്. ദേവസ്വം വിജിലൻസ് ഓഫീസർ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോഴത്തെ വിജിലൻസ് ഓഫീസറെ പോലെ തന്നെ IPS-കാരനായിരുന്നല്ലോ അന്നത്തെ വിജിലൻസ് ഓഫീസർ. പമ്പയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ചല്ലേ ഈ സ്വർണം കൈമാറിയത്. ഞങ്ങളാരുമില്ലായിരുന്നു, ഞങ്ങൾക്കും കിട്ടിയില്ല. ആ സ്വർണം കൊടുത്തത് ദിവാകരൻ്റെ കമ്മീഷണറെയോ ഇവരുടെ ആരുടെയും കയ്യിലായിരിക്കാം. ആ സ്വർണം ഉപയോഗിച്ചാണ് ചെയ്തത്. അവർ മഹസറുണ്ട്, 2 ബുക്ക് മഹസറാണ് ദേവസ്വം ബോർഡിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് കുറേ പേജുകൾ 2-3 പേജ് ഒന്നിച്ച് മറിച്ചോ വിജിലൻസ്? മറിച്ചിട്ടാണോ കാണുന്നത്? അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നു, എവിടെയാണ് പൊരുത്തക്കേട്? ആ പൊരുത്തക്കേടിനെ കുറിച്ച് പറയുക. ഞങ്ങൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരണം നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ ഭാരവാഹിയായിരുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ് ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ആ കാര്യങ്ങൾ പറയാൻ തയ്യാറാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ അംഗം അജയ് തറയിൽ സംസാരിക്കുകയായിരുന്നു ഇതുവരെ. നിങ്ങൾക്ക് അദ്ദേഹം പറയുന്നതൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. പക്ഷേ കുറച്ചുകൂടി വ്യക്തത വരേണ്ടി വരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.